Hi Kitchen Recipes in Malayalam. എല്ലാവർക്കും സ്വാഗതം. എൻ്റെ പേര് ശില്പ. വെറും 1 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നമ്മുടെ വീട്ടിലൊക്കെ സ്ഥിരമായിട്ട് കിട്ടുന്ന സാധനങ്ങൾ കൊണ്ട് സിമ്പിൾ ഇൻഗ്രീഡിയൻസ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മിക്സ്ഡ് ഫ്രൂട്ട് ജ്യൂസിന്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുന്നേ ഒരു കാര്യം ഒന്ന് ഓർപ്പിച്ചോട്ടെ, നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കാണുന്നെങ്കിൽ പ്ലീസ് താഴെയുള്ള റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. അതിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. എന്നാൽ മാത്രമായിരിക്കും എൻ്റെ ചാനലിനെ കുറിച്ചുള്ള എല്ലാ നോട്ടിഫിക്കേഷൻസും ഓൺ ആവുള്ളൂ. അപ്പൊ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പിയിലോട്ട് കിടക്കാം. 2 ടേബിൾ സ്പൂൺ മിക്സ്ഡ് ഫ്രൂട്ട് ജാമാണ് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഞാനിവിടെ അര ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ജ്യൂസും കൂടെ നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. ഏത് ഗ്ലാസ്സിലാണോ നമ്മൾ സെർവ് ചെയ്യുന്നത് ആ ഗ്ലാസിൻ്റെ 1/4 ഭാഗം ഐസ് നിറച്ച് കൊടുക്കാം. അത് നമുക്ക് ഈ മിക്സിയിലോട്ട് ഇട്ട് കൊടുക്കാം. ആ ഗ്ലാസിൻ്റെ ഏകദേശം 1/4 ഭാഗം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിനെ വളരെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അങ്ങനെ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള നമ്മളുടെ വളരെ റിഫ്രഷിങ്ങും ടേസ്റ്റി ആയിട്ടുള്ള ഇൻസ്റ്റൻറ്റ് ഫ്രൂട്ട് ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. ഒരുപാട് ഇഷ്ടപ്പെടും, അതെനിക്ക് ഉറപ്പുണ്ട്. അത്രയും നല്ലൊരു റെസിപ്പിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. മിക്സ് ഫ്രൂട്ട് ജാമിന് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ ജാം യൂസ് ചെയ്യാം. മാംഗോ ജാം, സ്ട്രോബെറി ജാം, പീച്ച് ജാം, പൈനാപ്പിൾ ജാം എന്നിങ്ങനെ ഇഷ്ടമുള്ള ഏത് ഫ്ലേവറാണോ അത് നിങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം. ഈ ജ്യൂസ് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ 1 മിനിറ്റിനുള്ളിൽ തന്നെ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് ഇരിക്കും. ശരിക്കും നമ്മുടെ ഡൽഗോണ കോഫിയൊക്കെ ഇരിക്കുന്ന പോലെ ആ ഒരു ലുക്കാണ്. ഇത് കാണാൻ നല്ല ലുക്കാണ്, കുടിക്കാനും വളരെ ടേസ്റ്റിയും റിഫ്രഷിങ്ങുമാണ്. ഇതിലോട്ട് ചേർക്കുന്ന ജാമിൻ്റെ ക്വാണ്ടിറ്റി ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ ജാം അല്ലെങ്കിൽ മധുരം കുറച്ച് കുറവ് തോന്നുവാണെങ്കിൽ കുറച്ചും കൂടെ ജാം ഇട്ട് ബീറ്റ് ചെയ്യുക. മധുരം കൂടുതൽ തോന്നുവാണെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ബീറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.